പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെച്ച് കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിലെ ക്രമക്കേട് അക്കമിട്ട് നിരത്തി CAG റിപ്പോർട്ട്. ഉയർന്ന വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിൽ മാത്രം 10 കോടി രൂപയിലധികം നഷ്ടമുണ്ടായി എന്നാണ് കണ്ടെത്തൽ. പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വില നൽകിയെന്നാണ് CAG കണ്ടെത്തൽ. തകർന്നു വീണത് സർക്കാർ കെട്ടിപ്പൊക്കിയ PR ഇമേജെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാമായിരുന്ന PPE കിറ്റാണ് കൂടിയ വിലയ്ക്ക് വാങ്ങി ഇപ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടായി എന്ന റിപ്പോർട്ട്. അത് പ്രതിപക്ഷം മാധ്യമങ്ങളൊക്കെ ഉന്നയിച്ച കാര്യം CAG റിപ്പോർട്ട് അപ്പാടെ ശരിവയ്ക്കുകയാണോ? CAG റിപ്പോർട്ട് അപ്പാടെ, അതായത് PPE കിറ്റ് ഇടപാട്, അതും 2020 മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടന്ന PPE കിറ്റ് ഇടപാടുകളിൽ വലിയ രീതിയിൽ സർക്കാരിന് ബാധ്യതയുണ്ടായി, അധിക തുക നൽകി. ആ ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്ന് CAGയും സമ്മതിക്കുകയാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. നിയമസഭയിൽ എഴുതി നൽകി, PC വിഷ്ണുനാഥ് എഴുതി നൽകിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അന്ന് ആരോഗ്യമന്ത്രി തന്നെ സർക്കാരിൻ്റെ തന്നെ ധനവകുപ്പിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രതിപക്ഷം ലോകായുക്തയിൽ പോവുകയും ചെയ്തു. എന്തായാലും CN രാജി ഈ വിഷയം വിശദമായി പഠിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രാഥമികമായി തന്നെ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു. CAG റിപ്പോർട്ടിൻ്റെ ഒരു കണ്ടെത്തലിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. സാധാരണഗതിയിൽ നിരന്തരമായി KMCLന് ഈ PPE കിറ്റുകൾ വിൽക്കുന്നത് 4 കമ്പനികളാണ്. ആ 4 കമ്പനികൾ 450 രൂപ മുതൽ 550 രൂപ വരെയാണ് ഒരു PPE കിറ്റിന് മാർച്ച് മാസം വരെ ഈടാക്കിക്കൊണ്ടിരുന്നത്. ആ മാർച്ച് മാസത്തിൽ തന്നെ അതിലൊരു ഇടപാട് പരിശോധിച്ചാൽ മാർച്ച് മാസത്തിൽ അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി മാർച്ച് 28-ാം തീയതി 25,000 PPE കിറ്റ് KMCLന് നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. അത് വാങ്ങാനും KMCL ഉറപ്പ് നൽകുന്നു. എന്നാൽ അവസാന നിമിഷം 10,000 മതി, 25,000 വേണ്ട, 10,000 മതി എന്ന് കമ്പനി അറിയിക്കുകയും 10,000 PPE കിറ്റ് മാത്രം 550 രൂപയ്ക്ക് വാങ്ങുന്നു. 2 ദിവസം കഴിഞ്ഞ്, അതായത് 2020 മാർച്ച് 30-ാം തീയതി മറ്റൊരു കമ്പനി, സാൻ ഫാർമ എന്ന മറ്റൊരു കമ്പനി, ഈ സാൻ ഫാർമ മുൻപൊന്നും സർക്കാരുമായി ഒരു ഇടപാട് നടത്തിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം. സാൻ ഫാർമ എന്ന കമ്പനിയിൽ നിന്ന്